ഇപ്പം നമ്മൾ ജർമ്മനീൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഹൈ ഡിമാൻഡഡ് ജോബാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, എല്ലാം കൺട്രിയിലും അതിന് ഹൈ ഡിമാൻഡ് തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് എൻ്റെ പാരൻസ് പറഞ്ഞിരുന്നു നഴ്സിംഗ് എടുക്കാൻ വേണ്ടി, പക്ഷേ ബ്ലഡും ഇഞ്ചക്ഷനൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അത് എടുത്താൽ മതിയായിരുന്നു എന്ന്. അപ്പം നഴ്സിംഗ് മാത്രമല്ല, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണെങ്കിലും, ഇപ്പോൾ ബിടെക് IT കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും, മെക്കാനിക്കൽ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും, സിവിൽ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും ഇതൊക്കെ നല്ല ഹൈ ഡിമാൻഡാണ്. അത് കൂടാതെ തന്നെ അൺസ്കിൽഡ് വർക്കേഴ്സിനും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഹോട്ടൽ മാനേജ്മെൻറ്റിൽ നമുക്ക് ഹൗസ് കീപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്, ഷെഫിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, ഫുഡ് ആൻഡ് ബിവറേജ് ഓപ്ഷൻസ് ഉണ്ട്. ജർമ്മനിയിൽ ഏറ്റവും ഹൈ ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ജോബാണ് ഷെഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഷെഫിന് ഇത്രയും ഡിമാൻഡ്? അവിടുത്തെ ഏജിങ് പോപ്പുലേഷൻ ആണെങ്കിലും, ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും, ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും എല്ലാത്തിലും ഷെഫിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഷെഫ് എന്ന് പറയുമ്പോൾ ഹൈ സ്കിൽഡ് വർക്കാണ് അല്ലേ? കിച്ചണിൽ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഷെഫ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ഷെഫിൻ്റെ വേക്കൻസിക്ക് നിർബന്ധമായിട്ടും വേണ്ട 2 കാര്യമാണ്. ഒന്ന്, നമുക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി വേണം. രണ്ടാമത്തത് 4 years പ്ലസ് എക്സ്പീരിയൻസ് വേണം. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിരിക്കുന്ന കോളേജോ നമ്മൾ പഠിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി ജെന്വിൻ ആണോ, വെരിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി ഫോറിൻ യൂണിവേഴ്സിറ്റീൻ്റെ വെരിഫിക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്നത് അനബിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അനബിനിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയും നമ്മൾ പഠിച്ചിരിക്കുന്ന കോളേജും വെരിഫൈ ചെയ്തിട്ട് H+ കാറ്റഗറിയിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് വർക്കിംഗ് അവേഴ്സ് വരുന്നത് പെർ ഡേ നമുക്ക് 8 മണിക്കൂറാണ്, 8 hours ആണ്. പിന്നെ വീക്ക്ലി നമുക്ക് 5 ദിവസം നമുക്ക് വർക്ക് ചെയ്യണം, 2 days നമുക്ക് ഓഫ് ആയിരിക്കും. ആ 2 days നമുക്ക് വീക്കെൻഡ്സ് തന്നെ കിട്ടണം എന്നില്ല, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വർക്ക് നേച്ചറാണ്. ഇപ്പോൾ തിരക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ നമുക്ക് തിരക്കാണെങ്കിൽ ചിലപ്പോൾ വർക്കിംഗ് ഡേയ്സ് നമുക്ക് കുറച്ച് മാറി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ 2 days നമുക്ക് കൺഫേം ആയിട്ടും ഓഫ് ഡേ ആയിരിക്കും. ഇപ്പം നമ്മുടെ ഡോക്യുമെൻ്റ് നമ്മളിപ്പോൾ കുറച്ച് നേരം മുന്നേ പറഞ്ഞ മാതിരി നമുക്ക് അനബിനിൽ H+ കാറ്റഗറി ആയിരിക്കണം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് നമുക്ക് ഹെഡ് മിസ്റ്റേഴ്സോ അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ സൈഡിൽ നിന്നോ റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടുകയാണെങ്കിൽ അതും കൂടെ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ പേപ്പർ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് റെക്കമെൻഡേഷൻ ലെറ്റർ ഫ്രം ദ പ്രിൻസിപ്പൾ. സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ഡിഷസ്, കോണ്ടിനെൻ്റൽ ഡിഷസ്, പേസ്ട്രി ഷെഫ് റിലേറ്റഡ് ആയിട്ട് ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് ഷെഫിന് നമുക്ക് നല്ലൊരു വേക്കൻസി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ എന്തായാലും ആദ്യത്തെ ചോദ്യം വരുന്നത് ജർമ്മനി ആയതുകൊണ്ട് ലാംഗ്വേജ് വേണ്ടി വരുമോ എന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് ലാംഗ്വേജ് വേണം. അപ്പോൾ അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും, നമ്മളിപ്പോൾ മാനേജ്മെൻറ്റ് ഫീൽഡിലാണെങ്കിലും, നഴ്സിൻ്റെ ഫീൽഡിലാണെങ്കിലും, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിലാണെങ്കിലും നമുക്ക് ലാംഗ്വേജ് നിർബന്ധമാണ്. പക്ഷേ നമ്മൾ ജോബിന് നമ്മൾ പേപ്പർ വർക്ക് ചെയ്യണ സമയത്ത് ഒരിക്കലും അവർ ലാംഗ്വേജിൻ്റെ പ്രൂഫ് ചോദിക്കാറില്ല. ലൈക്ക് അവർ എക്സാം റിലേറ്റഡ് ഗോയിത്തേടെയോ അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടോ എന്ന് അവർ പ്രൂഫ് ചോദിക്കാറില്ല. ദേ ജസ്റ്റ് വാണ്ട് ടു നോ നമുക്ക് ഒരു ലാംഗ്വേജ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് നമുക്ക് ഇതിൽ നമ്മൾ കാലിബർ ആണോ, ഇതിൽ നമ്മൾ ഫ്ലൂവൻ്റ് ആണോ എന്നാണ് എംപ്ലോയീസ് ചോദിക്കുന്ന ഒരേ ഒരു ഡിമാൻഡ്. ലാംഗ്വേജ് നമ്മൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യാൻ പറ്റണ ഒരു ലാംഗ്വേജ് എന്ന് പറയാം നമുക്ക് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് പ്രോസസ്സിങ് ടൈമിൽ നമുക്ക് എത്ര ലാംഗ്വേജ് വേണം, അവിടെ ചെന്ന ശേഷം എത്ര ലാംഗ്വേജ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ നമുക്ക് ലാംഗ്വേജ് വേണം. ഇപ്പോൾ ഇൻ്റർവ്യൂ ആണ്, നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിലാണ് നമ്മളൊരു വർക്ക് വിസയ്ക്ക് കയറി പോകുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് അതൊരു സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ ടീം മീറ്റിംഗ്സ് ആയിരിക്കും, നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അത് ഡയറക്റ്റ് നമുക്ക് എംപ്ലോയേഴ്സ് ആയിട്ടായിരിക്കും നമ്മുടെ മീറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര്, നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ കൺട്രി ഏതാണ്, നമ്മുടെ സിറ്റി ഏതാണ്, നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, നമ്മൾ ഏത് ഫീൽഡിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ സിബ്ലിങ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഹോബീസിനെ കുറിച്ചോ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്ത് ചോദിച്ചാലും നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് വേണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ജോബ് വിസയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ ലിസ്ണിങ്ങും സ്പീക്കിങ്ങും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലിസ്ണിങ്ങും സ്പീക്കിങ്ങും ഫ്ലൂവൻ്റ് ആണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല, നമ്മൾ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തിരിക്കും. ആ ലിസ്ണിങ്ങും സ്പീക്കിങ്ങും നമ്മൾ എംപ്ലോയേഴ്സായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വിസയ്ക്ക് പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റും. വിസയ്ക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും. ഈച്ച് ആൻഡ് എവറി ഫ്രം ദ സ്റ്റാർട്ടിങ് തൊട്ട്
ലാസ്റ്റ് നമുക്ക് വിസ സ്റ്റാമ്പ് കിട്ടണ വരെ നമ്മുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും. അതുകൂടാതെ അവിടെ ചെന്ന ശേഷമുള്ള സർവീസിൽ ലൈക്ക് അക്കോമഡേഷൻ സർവീസ് ആണെങ്കിലും പിക്കപ്പ് ആണെങ്കിലും അവിടെ ചെന്ന ശേഷമുള്ള ഒരു ഈച്ച് ആൻഡ് എവറി സപ്പോർട്ട് നമ്മുടെ ടീം അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തിട്ട് നമ്മളവിടെ വിസയൊക്കെ കിട്ടി, നമ്മളവിടെ എത്തി, ഹാപ്പി ആയിട്ട് നമ്മളവിടെ എത്തി, നമ്മൾ നമ്മുടെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇൻ്റർനാഷണൽ വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിലും ഒരു എന്താ പറയുക ഒരു ഫെയറി ടെയിൽ ലൈഫാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്. പക്ഷേ അത് മാത്രമല്ല ഒരു റിയാലിറ്റി. അവിടെ ചെന്ന ശേഷം നമുക്ക് അവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും അവിടുത്തെ വർക്ക് ബാലൻസ് ലൈഫാണെങ്കിലും അല്ലെങ്കിൽ അത് വേറൊരു കൾച്ചറാണ്, ഒരു വേറൊരു ലാംഗ്വേജ് ആണ്, അതെല്ലാം അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ അത് നമ്മൾ ഇവിടുന്ന് പോണതിന് മുന്നേ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നമ്മളൊരു ജോബിന് കയറുകയാണെങ്കിൽ നമ്മളൊരു 6 months പ്രൊഫഷണൽ പീരീഡ് ആയിരിക്കും. നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ചെയ്യണ ഒരു പാറ്റേൺ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ഒരു മച്ച് ബെറ്റർ ഒരു ഓപ്ഷൻ ആണല്ലോ നമുക്ക് ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ 6 months പ്രൊഫഷണൽ പീരീഡ് എന്ന് പറയുമ്പോൾ ആ 6 months നമ്മുടെ വർക്ക് എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യണത്, നമ്മൾ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യണത്, നമ്മുടെ വർക്ക് നമ്മുടെ എംപ്ലോയീസിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ആ ഒരു 6 months പ്രൊഫഷണൽ പീരീഡിൽ നിന്ന് നമുക്ക് പെർമനൻറ്റ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ 6 months നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ ലാംഗ്വേജ് അവർ ടെസ്റ്റ് ചെയ്യും. അവർ പറയുന്ന വർക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, എസ്പെഷ്യലി ഇപ്പോൾ നേഴ്സിൻ്റെ ജോബാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡ് ആണെങ്കിലും. ഇപ്പോൾ നമ്മളിപ്പോൾ ഷെഫ് തന്നെയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഷെഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ വന്ന ക്ലയൻറ്റ് ഒരു ഫുഡ് ഓർഡർ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കി നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അതിന് പറ്റിയൊരു ബേസിക് ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ബേസിക് ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഫഷണൽ പീരീഡിൽ വരാൻ പോണ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഫേസ് ചെയ്യണ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. ആ ഒരു പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ലാംഗ്വേജ് പഠിക്കുക. അപ്പോൾ 6 months പ്രൊഫഷണൽ പീരീഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലാംഗ്വേജ് ആണ്. രണ്ടാമത്തത് പഞ്ച്വാലിറ്റി, അല്ലേ, നമ്മൾ സമയത്ത് എത്തുക, സമയത്ത് വർക്ക് ചെയ്യുക, അതും ഒരു ടാസ്ക്കാണ്. ലൈക്ക് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ലൈക്ക് നമ്മൾ ഒരു അരമണിക്കൂർ ലേറ്റ് ആയാലും കുഴപ്പമില്ല, മുതലാളി അരമണിക്കൂർ ലേറ്റായി, ബസ് ലേറ്റ് ആയിരുന്നു, ബ്ലോക്ക് ആയിരുന്നു എന്ന് പറയാം. പക്ഷേ അത് നമ്മൾ ആ ഒരു 6 months അവിടെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് ആ ഒരു പെർമനൻറ്റ് ജോബിന് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പീരീഡാണ് ആ 6 months എന്ന് പറയുന്നത്. ആ 6 months മാക്സിമം നമ്മൾ ഒരു ടേക്ക് കെയർ ചെയ്ത് സെക്യൂർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു 6 months സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്.